ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ആദ്യ ദശകങ്ങളിൽ രാജ്യം സ്വാശ്രയത്തിലേക്കും വ്യാവസായിക നവീകരണത്തിലേക്കുമുള്ള ഒരു അഭിലാഷകരമായ യാത്ര ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ ഉയർന്നുവന്ന നിരവധി സംരംഭങ്ങളിൽ ഒന്നാണ് HMT വാച്ചുകളുടെ ജനനം. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ലിമിറ്റഡിനെ സൂചിപ്പിക്കുന്ന HMT 1953 ഒരു പൊതുമേഖലാ സംരംഭമായിട്ടാണ് സ്ഥാപിതമായത്. 1961 HMTയുടെ പ്രിസിഷൻ എഞ്ചിനീയറിംഗിലെ വൈദഗ്ധ്യത്തിൽ ആത്മവിശ്വാസമുള്ള ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തരമായി നിർമ്മിക്കുന്ന റിസ്റ്റ് വാച്ചുകൾ നിർമ്മിക്കാനുള്ള ചുമതല അതിനെ ഏൽപ്പിച്ചു. ഈ പയനീറിംഗ് നടപടി പിന്നീട് HMTയെ ഒരു വീട്ടുപേരാക്കി മാറ്റുകയും ദി ടൈം കീപ്പർ ടു ദ നേഷൻ എന്ന ഖ്യാതി നേടുകയും ചെയ്തു. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വില കൂടിയതും പ്രിസിഷൻ ഉള്ളതുമായ വാച്ചുകൾ കൂടുതലായി പ്രചാരത്തിലിരുന്ന ഒരു മേഖലയിലേക്കുള്ള ഒരു സമർത്ഥമായ ചുവടുവെപ്പായിരുന്നു വാച്ച് നിർമ്മാണത്തിലേക്കുള്ള HMTയുടെ കടന്നുവരവ്. 1960കളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ മിക്ക വാച്ചുകളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതോ വിദേശത്ത് നിന്നുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ച് അസംബിൾ ചെയ്തതോ ആയിരുന്നു. ഈ വാച്ചുകൾക്ക് പൊതുവെ ഉയർന്ന വിലയായിരുന്നു. റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് പരിമിതി ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് താങ്ങാനാവുന്നതും വിശ്വസനീയവും സേവനയോഗ്യവുമായ ഒരു വാച്ചിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ HMT അന്താരാഷ്ട്ര വൈദഗ്ധ്യത്തിന്റെ സഹായത്തോടെ ഒരു നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ജപ്പാനിലെ സിറ്റിസൺ വാച്ച് കമ്പനിയുമായി സഹകരിച്ച് HMT അത്യാധുനിക സാങ്കേതിക വിദ്യ അബ്സോർബ് ചെയ്ത് മെക്കാനിക് വാച്ചുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ അറിവ് നേടി. റിസ്റ്റ് വാച്ചുകളുടെ ആദ്യ ബാച്ച് HMTയുടെ ബാംഗ്ലൂരിൽ പുതുതായി സ്ഥാപിതമായ പ്ലാന്റിലാണ് നിർമ്മിച്ചത്. ഈ വാച്ചുകൾ വലിയ ആഘോഷത്തോടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇന്ത്യ അതിന്റെ ഐഡന്റിറ്റി പുനർനിർവചിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട HMT വാച്ചുകൾ സ്വയം പര്യാപ്തതയ്ക്കും ആധുനികതയ്ക്കും വേണ്ടിയുള്ള രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ വേഗത്തിൽ ഉൾക്കൊള്ളാൻ തുടങ്ങി. സിറ്റിസണുമായി പങ്കാളിത്തം സ്ഥാപിക്കാനുള്ള തീരുമാനം തന്ത്രപരമായിരുന്നു. ഇത് HMTക്ക് ശക്തമായ ഒരു ഹാൻഡ് വൈൻഡിംഗ് പ്രസ്ഥാനത്തിന് ലൈസൻസ് നൽകാൻ അനുവദിച്ചു. പിന്നീട് HMT 0231 ആയി പരിഷ്കരിച്ചു. കൂടാതെ വാച്ചുകൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിശ്വസനീയമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. കൃത്യതയിൽ മാത്രമല്ല, സാധാരണ ഇന്ത്യക്കാരുടെ ദൈനംദിന ഉപയോഗത്തിന്റെ കാഠിന്യത്തെ ചെറുക്കാൻ കഴിയുന്ന ഒരു ടൈം പീസ് സൃഷ്ടിക്കുന്നതിലും ഊന്നൽ നൽകി. ദേശീയ വികസനത്തിന്റെ ആദർശങ്ങളിൽ വേരൂന്നിയ എളിയ തുടക്കത്തോടെ ഇന്ത്യൻ ഹോറോളജിയിൽ ഒരു ഐക്കണിക് ബ്രാൻഡായി മാറുന്നതിന് HMT വാച്ചുകൾ അടിത്തറയിട്ടു. ആവശ്യം വർദ്ധിച്ചതോടെ തുടർന്നുള്ള ദശകങ്ങളിൽ കൂടുതൽ വാച്ച് ഫാക്ടറികൾ സ്ഥാപിച്ചുകൊണ്ട് HMT അതിന്റെ ഉൽപാദന ശേഷി വികസിപ്പിച്ചു. വാച്ച് ഫാക്ടറി 1 എന്നറിയപ്പെടുന്ന ആദ്യത്തെ സൗകര്യം 1962 ബാംഗ്ലൂരിൽ സ്ഥാപിതമായി. ഈ യൂണിറ്റ് അതിവേഗം HMTയുടെ വാച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറി. അവിടെ പ്രാരംഭ മെക്കാനിക്കൽ മോഡലുകൾ കൂട്ടിച്ചേർക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു. ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും സാങ്കേതിക മെച്ചപ്പെടുത്തലുകൾ അവതരിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത തിരിച്ചറിഞ്ഞ് 1972 ആയപ്പോഴേക്കും HMT ബാംഗ്ലൂരിൽ തന്നെ വാച്ച് ഫാക്ടറി 2 സ്ഥാപിച്ചു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല, ഓട്ടോമാറ്റിക് വാച്ച് സാങ്കേതിക വിദ്യയുടെ ഉയർന്നുവരുന്ന മേഖല പരിവേഷണം ചെയ്യുന്നതിനും ഈ പുതിയ യൂണിറ്റ് സമർപ്പിച്ചു. 1975 ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിൽ വാച്ച് ഫാക്ടറി 3 സ്ഥാപിച്ചുകൊണ്ട് കമ്പനി അതിന്റെ ജോഗ്രഫിക്കൽ സ്പ്രെഡ് വൈവിധ്യവൽക്കരിച്ചു. പിന്നീട് HMT ചിനാർ വാച്ചസിന്റെ ബാനറിൽ ഒരു അനുബന്ധ സ്ഥാപനമായി പ്രവർത്തിച്ചിരുന്ന ഈ ഫെസിലിറ്റി ഇന്ത്യൻ വിപണിയിലെ വിവിധ വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി മോഡലുകൾ ഡിസൈൻ ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ശ്രീനഗറിലേക്കുള്ള നീക്കം ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. കാരണം രാജ്യത്തെ വിവിധ പ്രദേശങ്ങളുമായി പ്രതിധ്വനിക്കുന്ന വാച്ചുകൾ നിർമ്മിക്കാനുള്ള HMTയുടെ പ്രതിബദ്ധത ഇത് അടിവരയിടുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1978 കർണാടകയിലെ തുംകൂരിൽ വാച്ച് ഫാക്ടറി 4 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ യൂണിറ്റ് വാച്ച് ഘടകങ്ങളുടെ ഉൽപാദനം കൂടുതൽ വികസിപ്പിക്കുകയും മെക്കാനിക്കൽ ഒടുവിൽ ക്വാർട്സ് വാച്ച് ഉൽപാദനത്തിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തുകയും ചെയ്തു. 1985 HMT റാണിബാഗിൽ വാച്ച് ഫാക്ടറി 5 സ്ഥാപിച്ചു. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നു അത്. ഇപ്പോൾ അത് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഉൽപാദന യൂണിറ്റുകളുടെ ഒരു ശൃംഖല പൂർത്തിയാക്കി. ഈ ഫാക്ടറികളിൽ ഓരോന്നിനും അതിൻ്റെതായ സ്പെഷ്യലൈസേഷനും തന്ത്രപ്രധാനമായ പ്രാധാന്യവും ഉണ്ടായിരുന്നു. മൂവ്മെന്റ് അസംബ്ലി മുതൽ കേസ് പ്രൊഡക്ഷൻ വരെ വാച്ച് നിർമ്മാണത്തിന്റെ വ്യത്യസ്ത വശങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒന്നിലധികം സൗകര്യങ്ങളോടെ ബാംഗ്ലൂർ HMTയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തുടർന്നു. ഡയലുകളിൽ സവിശേഷമായ ചിനാർ മുദ്രയുള്ള ശ്രീനഗറിന്റെ യൂണിറ്റ് പ്രാദേശിക അഭിമാനം ആഘോഷിക്കുന്ന മോഡലുകളുടെ പര്യായമായി മാറ്റി. തുംകൂറും റാണിബാഗും അധിക ശേഷി നൽകുകയും പിന്നീട് ക്വാഡ് സാങ്കേതികവിദ്യ അവതരിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. രാജ്യത്തുടനീളം ഈ സൗകര്യങ്ങൾ വികസിപ്പിച്ചത് പൊതുമേഖലയുടെ ലക്ഷ്യങ്ങളെ എടുത്തു കാണിക്കുകയും നല്ല ടൈം കീപ്പിംഗ് എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിബദ്ധത തെളിയിക്കുകയും ചെയ്തു. HMT വാച്ചുകളുടെ ശക്തമായ നിർമ്മാണം
കൃത്യത, താങ്ങാനാവുന്ന വില എന്നിവ കാരണം അവ വളരെ പെട്ടെന്ന് ജനപ്രീതി നേടി. വർഷങ്ങളായി ഇന്ത്യയുടെ കൂട്ടായ ഓർമ്മയിൽ ആഴത്തിൽ പതിഞ്ഞ നിരവധി മോഡലുകൾ ബ്രാൻഡ് അവതരിപ്പിച്ചു. ഒരു പക്ഷേ ഇവയിൽ ഏറ്റവും പ്രശസ്തമായത് HMT ജനതയായിരുന്നു. ഹിന്ദിയിൽ ജനത എന്നർത്ഥം വരുന്ന ദ പീപ്പിൾ എന്ന പേര് എല്ലാ ഇന്ത്യക്കാർക്കും ലഭ്യമാകുന്ന ഒരു വാച്ച് സൃഷ്ടിക്കുക എന്ന കമ്പനിയുടെ ദർശനത്തെ പ്രതിഫലിപ്പിച്ചു. ദൈനംദിന ടൈം പീസായി ധരിച്ചാലും സുപ്രധാന നാഴികക്കല്ലുകളിൽ ആഘോഷത്തിന്റെ അടയാളമായി നൽകിയാലും ഉന്നത അഭിമാനത്തിന്റെയും പ്രായോഗികതയുടെയും പ്രതീകമായി മാറി. സായുധ സേനയുമായുള്ള ബന്ധത്തിന് പേരുകേട്ട HMT പൈലറ്റ്, സെമി സ്കെലിറ്റൽ ഡിസൈനിനു പേരുകേട്ട HMT ചലക്, ബ്രാൻഡിന്റെ ആകർഷണം കൂടുതൽ വർദ്ധിപ്പിച്ച HMT സോണ, കോഹിനൂർ തുടങ്ങിയ മോഡലുകൾ എന്നിവ മറ്റു ശ്രദ്ധേയമായ മോഡലുകളിൽ ഉൾപ്പെടുന്നു. വിദേശ സാങ്കേതികവിദ്യ പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുത്തുന്നതിൽ HMT മുൻപന്തിയിലായിരുന്നു. സിറ്റിസണിൽ നിന്ന് ലൈസൻസ് ലഭിച്ച യഥാർത്ഥ ഹാൻഡ് വൈൻഡിംഗ് മൂവ്മെന്റ് വർഷങ്ങളായി നിരവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായി. ക്ലാസിക് മോഡലുകളിൽ പലതും പവർ ചെയ്ത HMT 0231 പോലുള്ള വിവിധ കാലിബറുകളായി പരിണമിച്ചു. 1970കളുടെ തുടക്കത്തിൽ കമ്പനി ഓട്ടോമാറ്റിക് വാച്ച് നിർമ്മാണത്തിലേക്കും കടന്നു. സിറ്റിസണുമായി വീണ്ടും സഹകരിച്ച് HMT 6500 സീരീസ് അടിസ്ഥാനമാക്കിയുള്ള ഓട്ടോമാറ്റിക് മൂവ്മെന്റ്സ് വികസിപ്പിച്ചെടുത്തു. ഈ നവീകരണം വാച്ചുകളെ ധരിക്കുന്നയാളുടെ കൈത്തണ്ടയുടെ സ്വാഭാവിക ചലനം പ്രയോജനപ്പെടുത്താൻ പ്രാപ്തമാക്കി. അതുവഴി മാനുവൽ വൈൻഡിങ്ങിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും ബ്രാൻഡിന്റെ വിശ്വാസ്യതയ്ക്കുള്ള പ്രശസ്തി കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. ക്വാർട്സ് ക്രൈസിസ് എന്നറിയപ്പെട്ടിരുന്ന 1980കളിൽ കമ്പനി ക്വാർട്സ് സാങ്കേതികവിദ്യ പരിവേഷണം ചെയ്തു. ഇത് പരമ്പരാഗത മെക്കാനിക്കൽ വാച്ചുകൾ നിർമ്മിക്കുന്ന രീതിയെ മാറ്റിമറിച്ചു. ഈ വിഭാഗത്തിൽ തുടക്കത്തിൽ HMT പിന്നിലായിരുന്നെങ്കിലും തുംകൂരിലും റാണിബാഗിലും വാച്ച് ഫാക്ടറി 4ഉം 5ഉം സ്ഥാപിച്ചത് ക്വാർട്സ് അനലോഗ് വാച്ചുകൾ നിർമ്മിക്കാൻ സാധിച്ചു. വളർന്നുവരുന്ന സ്വകാര്യ കമ്പനികളിൽ നിന്ന് കടുത്ത മത്സരം നേരിട്ടിട്ടും ഈ ക്വാർട്സ് മോഡലുകൾ അവയുടെ ഈടുതലും താങ്ങാനാവുന്ന വിലയും കാരണം വിലമതിക്കപ്പെട്ടു. റിസ്റ്റ് വാച്ചുകൾ നിർമ്മിക്കുന്നതിന് പുറമെ പുഷ്പ, സോളാർ, ടവർ ക്ലോക്കുകൾ പോലുള്ള വലിയ ക്ലോക്കുകളും HMT നിർമ്മിക്കാൻ തുടങ്ങി. ഈ ക്ലോക്കുകൾ പൊതുസ്ഥലങ്ങൾ അലങ്കരിക്കുകയും നാഷണൽ ടൈം കീപ്പർ എന്ന നിലയിൽ അതിന്റെ പങ്ക് ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വാച്ച് വിപണിയിൽ HMTക്ക് ഏതാണ്ട് വെല്ലുവിളിയില്ലാത്ത കുത്തകയുണ്ടായിരുന്നു. താങ്ങാനാവുന്നതും ഉയർന്ന നിലവാരമുള്ളതുമായ ടൈം പീസുകളുടെ ഏക നിർമ്മാതാവ് എന്ന നിലയിലുള്ള അതിന്റെ പദവി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി. എന്നിരുന്നാലും 1980കളിലും 1990കളിലും ഈ ഭൂപ്രകൃതി മാറാൻ തുടങ്ങി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണവും പുതിയ കമ്പനികളുടെ വരവും മൂലം മത്സരം ശക്തമായി. ടാറ്റ ഗ്രൂപ്പിന്റെ പിന്തുണയോടെ ടൈറ്റൻ പോലുള്ള സ്വകാര്യ കമ്പനികൾ നൂതന ഡിസൈനുകൾ, അഗ്രസീവ് മാർക്കറ്റിംഗ്, ക്വാഡ് സാങ്കേതികവിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിപണിയിൽ പ്രവേശിച്ചു. ടൈറ്റന്റെ ആധുനികവും സ്റ്റൈലിഷുമായ വാച്ചുകൾ യുവതലമുറയെ ആകർഷിച്ചു. ഇത് HMTയുടെ ദീർഘകാല വിപണി വിഹിതത്തെ ഇല്ലാതാക്കി. ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമതയില്ലായ്മ, മന്ദഗതിയിലുള്ള തീരുമാനമെടുക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളുമായി HMT ആന്തരികമായി പോരാടി. കൃത്യതയ്ക്ക് പ്രശംസിക്കപ്പെട്ടിരുന്ന കമ്പനിയുടെ ഉൽപാദന പ്രക്രിയകൾ സ്തംഭനാവസ്ഥയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ദ്രുതഗതിയിലുള്ള സാങ്കേതിക പുരോഗതിയും ചടുലമായ മാനേജ്മെന്റ് അതിജീവനത്തിന് അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ HMTയുടെ പൊതുമേഖലാ ഘടന ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് തിരിച്ചറിഞ്ഞു. ആഗോള പ്രവണതകൾക്കൊപ്പം മുന്നേറുന്നതിലെ വെല്ലുവിളികളും ആന്തരിക കെടുകാര്യസ്ഥതയും നവീകരണത്തോടുള്ള വിമുഖതയും നിരവധി വർഷങ്ങളായി വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായി. 2000ന്റെ തുടക്കത്തിൽ HMTയുടെ വാച്ച് വിഭാഗം കടുത്ത നഷ്ടം നേരിടുകയായിരുന്നു. ഉൽപാദനം പുനഃക്രമീകരിക്കാനും നവീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും വിൽപ്പന കുറയുന്നതിന്റെ വേലിയേറ്റം കമ്പനിക്ക് തടയാൻ കഴിഞ്ഞില്ല. 2014 സർക്കാർ നിരവധി HMT ഡിവിഷനുകൾ ഘട്ടം ഘട്ടമായി അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു. 2016 ആയപ്പോഴേക്കും വാച്ച് വിഭാഗം ഔദ്യോഗികമായി അടച്ചുപൂട്ടി. ഒരു കാലത്ത് HMT വാച്ചുകൾ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ആത്മാവിനെ പ്രതീകപ്പെടുത്തിയിരുന്നെങ്കിലും വിപണി ചലനാത്മകതയും സ്വകാര്യ നിർമ്മാതാക്കളിൽ നിന്നുള്ള നിരന്തരമായ മത്സരവും ഒടുവിൽ അതിന്റെ തകർച്ചയിലേക്ക് നയിച്ചു. ഇന്ന് HMT വാച്ചുകളുടെ കഥ നൊസ്റ്റാൾജിയയും ജാഗ്രതയോടെയുള്ള പുനർനിർമ്മാണവും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. 2016 വാച്ച് ഡിവിഷൻ ലിക്വിഡേറ്റ് ചെയ്തെങ്കിലും HMT ബ്രാൻഡ് ഇപ്പോഴും HMT ലിമിറ്റഡിന്റെ സഹായ ബിസിനസ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നിലനിൽക്കുന്നു. പൂർണ്ണ തോതിലുള്ള നിർമ്മാണ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നതിനു പകരം നിലവിലുള്ള HMT വാച്ചുകളുടെ പ്രവർത്തനം പ്രധാനമായും ബാഹ്യ വെണ്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന ഘടകങ്ങളിൽ നിന്നുള്ള വാച്ചുകൾ കൂട്ടിച്ചേർക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബിസിനസ് മോഡലിലെ ഈ മാറ്റം പാരമ്പര്യ പൊതുമേഖലാ സംരംഭങ്ങളിൽ കാണപ്പെടുന്ന വിശാലമായ പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നു. അതായത് നിലവിലുള്ള ഗുഡ്വിൽ, ബ്രാൻഡ് ഇക്വിറ്റി എന്നിവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇൻഹൌസ് പ്രൊഡക്ഷനിൽ നിന്ന് അസംബ്ലി ബ്രാൻഡിംഗ് എന്നിവയിലേക്ക് മാറുക. HMT വാച്ചുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രധാന വിൽപ്പന പ്ലാറ്റ്ഫോമായി തുടരുന്നു. ബ്രാൻഡിന്റെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട നിരവധി ടൈം പീസുകൾ വാഗ്ദാനം ചെയ്യുന്നു.
ഒരു കാലത്ത് വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന മെക്കാനിക്കൽ വാച്ച് മോഡലുകൾ ഇപ്പോൾ അതേ രീതിയിൽ നിർമ്മിക്കപ്പെടുന്നില്ലെങ്കിലും പഴയ സ്റ്റോക്കുകൾ, ഇറക്കുമതി ചെയ്ത മൂവ്മെന്റുകൾ, വാച്ച് മൂവ്മെന്റ് മാനുഫാക്ചറർ മിയോട്ടയിൽ നിന്നുള്ളവ പോലുള്ളവ, തേർഡ് പാർട്ടി കമ്പോണൻസ് എന്നിവയുടെ മിക്സ്ചർ ഉപയോഗിച്ച് ലിമിറ്റഡ് റൺ ഓട്ടോമാറ്റിക്സും ക്വാർട്സ് വാച്ചുകളും അവതരിപ്പിച്ചു. കൂടാതെ ബാംഗ്ലൂരിലെ ബെല്ലാരി റോഡിൽ ഒരു ഫ്ളാഗ്ഷിപ്പ് ഷോറൂമും വാച്ച് നിർമ്മാണ യാത്രയുടെ പൈതൃകം സംരക്ഷിക്കുന്ന ഒരു മ്യൂസിയവും പൈതൃക കേന്ദ്രവും ഉപയോഗിച്ച് HMT ഒരു ഫിസിക്കൽ പ്രസൻസ് നിലനിർത്തിയിട്ടുണ്ട്. HMT വാച്ച് ബ്രാൻഡിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ച് ഇടയ്ക്കിടെ ചർച്ചകളും സംരംഭങ്ങളും നടന്നിട്ടുണ്ട്. വിന്റേജ്, ഹെറിറ്റേജ് ടൈം പീസുകളിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യം മുതലെടുത്ത് പ്രീമിയം വിഭാഗത്തിൽ ഒരു പ്രധാന പ്ലെയർ HMTയെ വീണ്ടും അവതരിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് സമീപകാല മാധ്യമ റിപ്പോർട്ടുകളും വ്യവസായ വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നു. ഒരു കാലത്ത് ശക്തമായിരുന്ന നിർമ്മാണ സാമ്രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിലെ പ്രവർത്തനങ്ങൾ വളരെ ചെറുതാണെങ്കിലും ബ്രാൻഡിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഴത്തിലുള്ള സാംസ്കാരിക അനുരണനവും HMT പാരമ്പര്യം നിലനിർത്താൻ ഗവൺമെന്റിനുള്ളിൽ നിന്നും വാച്ച് പ്രേമികളിൽ നിന്നും ശ്രമങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. പല ഇന്ത്യക്കാർക്കും HMT വാച്ചുകൾ സമയം പറയുന്നതിനുള്ള ഉപകരണങ്ങൾ മാത്രമല്ല, അവ പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന അമൂല്യമായ സാംസ്കാരിക കലാസൃഷ്ടികളാണ്. കുടുംബങ്ങൾ ഈ വാച്ചുകൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന കഥകൾ ധാരാളമുണ്ട്. അവയുടെ ഈടുതലിനും അവ ജനങ്ങളുമായി കെട്ടിപ്പടുത്ത ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തിനും ഇത് തെളിവാണ്. ദേശീയ അഭിമാനബോധം ശക്തിപ്പെടുത്തുന്നതിൽ HMT ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇറക്കുമതി ചെയ്ത ആഡംബര ബ്രാൻഡുകൾ മിക്ക പൗരന്മാർക്കും ലഭ്യമല്ലാത്ത ഒരു സമയത്ത് HMT വാച്ചുകൾ ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകളുടെയും സ്വാശ്രയത്തിന്റെയും പ്രതീകമായി നിലകൊണ്ടു. പൊതുസ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സായുധ സേനകളിലും പോലും HMT ടൈം പീസുകളുടെ സാന്നിധ്യം രാജ്യത്തിന്റെ ടൈം കീപ്പർ എന്ന അതിന്റെ പ്രശസ്തി കൂടുതൽ ഉറപ്പിച്ചു. ഇന്നും വിന്റേജ് HMT വാച്ചുകൾക്ക് വളരെയധികം ആവശ്യക്കാരുണ്ട്. കൂടാതെ അവയുടെ നിലനിൽക്കുന്ന ജനപ്രീതി ഒരു കാലത്ത് ഇന്ത്യൻ വാച്ച് നിർമ്മാണത്തെ നിർവചിച്ചിരുന്ന ഒരു ബ്രാൻഡിന്റെ കാലാതീതമായ ആകർഷണത്തെ അടിവരയിടുന്നു. ഇന്ത്യയുടെ വ്യാവസായിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് HMT വാച്ചുകൾ. സ്വാതന്ത്ര്യാനന്തര സ്വാശ്രയത്തിനായുള്ള രാജ്യത്തിന്റെ ശ്രമത്തിൽ നിന്ന് ഉത്ഭവിച്ച അവ ഗുണനിലവാരത്തിന്റെയും താങ്ങാനാവുന്നതിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായി വളർന്നു. കൂടാതെ മത്സരവും ആധുനികവൽക്കരണത്തിന്റെ വെല്ലുവിളികളും നേരിട്ടിട്ടും HMTയുടെ പാരമ്പര്യം അതിന്റെ വിന്റേജ് മോഡലുകളിലൂടെയും നിലനിൽക്കുന്ന ബ്രാൻഡ് ഐഡന്റിറ്റിയിലൂടെയും അതിന്റെ പൈതൃകം പുനരുജ്ജീവിപ്പിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളിലൂടെയും നിലനിൽക്കുന്നു. ഒരു HMT വാച്ചിന്റെ ഓരോ ഇനത്തിലും ഒരു രാജ്യത്തിന്റെ അഭിലാഷത്തിന്റെയും നവീകരണത്തിന്റെയും നിലനിൽക്കുന്ന മനോഭാവത്തിന്റെയും കഥയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.